ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബോട്ടിലാട്ട് തന്നെ ചെയ്താലോ? ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാട്ടാണിത്. ഞാൻ നേരത്തെ ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ വ്യൂവറിൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഇതുപോലെ ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിലാട്ട് ഇനിയും കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫാബ്രിക്സ് ആണ്. ഈ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന കുറച്ച് പീസസ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലുള്ള ഒരു ത്രെഡൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്താൽ മതി, സ്ക്വയറായിട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഫാബ്രിക് മാക്സിമം യൂസ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്താൽ മതി. ഞാനിവിടെ കോട്ടൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കോട്ടനോ അല്ലെങ്കിൽ പോളിസ്റ്ററോ അങ്ങനെ എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഷേപ്പൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോൾ വേണം. ഫെവിക്കോളും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഫെവിക്കോളിന് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെള്ളം വെക്കുന്ന ബോട്ടിലായിരുന്നു, അപ്പോൾ അതിൻ്റെ താഴെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഫെവിക്കോൾ ഒന്ന് ബോട്ടിലിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ തുണി നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ സെയിം ആയിട്ടുള്ള തുണികൾ അടുത്ത് ഒട്ടിക്കാത്ത രീതിയിൽ വിട്ട് ഒട്ടിച്ച് നമ്മളുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ആ ഒരു കളറൊക്കെ ഒന്ന് മാച്ച് ആവുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യാം. രണ്ട് ഫാബ്രിക് ഒട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ജോയിൻറ്റ് കാണാത്ത രീതിയിൽ അടുത്ത ഫാബ്രിക് ഇങ്ങനെ മേലെ കവർ ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ് നല്ലൊരു ഫിനിഷിങ് കിട്ടുക. നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചുളിവുകൾ വരാതെ ഒട്ടിക്കണം. കാരണം ഫെവിക്കോളാണ്, പിന്നെ ഫാബ്രിക് അല്ലേ, അപ്പോൾ ചുളിവൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ചുളിവ് വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഒട്ടിക്കുക. അതുപോലെ ബോട്ടിൽ കാണാത്ത രീതിയിൽ ഒട്ടിക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഭംഗി കിട്ടുക. ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ല ചുളിവില്ലാതെ ഒട്ടിച്ചെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നന്നായിട്ട് ഒട്ടിച്ചിട്ട് അവിടെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മറ്റേ സൈഡിൽ ഒട്ടിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ താഴെയൊക്കെ വെക്കുമ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഫെവിക്കോളൊക്കെ തട്ടിയിട്ട് ആ ഒരു ഫാബ്രിക്കൊക്കെ ഇങ്ങനെ വെറ്റായിട്ട് ഇരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ പെട്ടെന്ന് അത് തന്നെ നമ്മളെ കയ്യിലേക്ക് അത് വരാനും അത് നീങ്ങിപ്പോയിട്ട് ചുളി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മറ്റേ സൈഡിൽ ഒട്ടിക്കുന്നതാണ് നല്ല ഫിനിഷിങ് കിട്ടുക. നിങ്ങൾക്ക് ഈ ഫാബ്രിക് ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ളതും നല്ല ഡിസൈൻ ആയിട്ടുള്ളതൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ചെയ്താൽ. ഒരേ ടൈപ്പ് കളർ തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഒരു ബ്ലൂ എടുക്കുകയാണെങ്കിൽ ആ ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ തന്നെ പല ഡിസൈൻസ് ആയിട്ടുള്ള എടുത്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് മെറ്റീരിയൽസ് ഒന്നും ഇല്ലായിരുന്നു, അതാണ് ഞാൻ കിട്ടിയ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തത്. ടൈലറിങ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കളയുന്ന കുറേ മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് അവർ വെറുതെ തന്നെ തരും. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ളതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒട്ടിക്കുമ്പോൾ ചുളിവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന ആ പീസ് നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. അപ്പോൾ പിന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫെവിക്കോൾ നമ്മൾ ആ ഒരു പീസിൻ്റെ ആ ഒരു ജോയിൻ്റ് ഇല്ലേ, അവിടെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഭാഗം ഒട്ടാത്തുണ്ടെങ്കിൽ ആ ഒരു പീസ് നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടാൻ നല്ലതാണ്. നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. എന്നിട്ട് ഞാൻ ഇതേപോലെ തിന്നായിട്ടുള്ളൊരു റിബൺ പോലെയുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു ബോർഡർ പോലെ 2 സൈഡിലൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒന്ന് അളവെടുത്തതിൻ്റെ ശേഷം നമ്മളതൊന്ന് സൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നീറ്റ് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കിയിട്ട് 2 സൈഡിലൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ കറക്റ്റ് നല്ല ഒരേ ഒരു വീതിയിൽ കിട്ടുമല്ലോ, റിബൺ പോലെ. നിങ്ങൾക്ക് ഇതിന് പകരം സാറ്റിൻ്റെ റിബൺ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ഇല്ലാതെയും കുഴപ്പമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ മേലെ ഒരു പീസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലെ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് ഒട്ടിക്കണം. എന്നിട്ട് നമുക്കത് ഉള്ളോട്ടും കൂടെ ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലോട്ടും കൂടെ ഒട്ടിക്കാനുള്ളതല്ലേ, അപ്പോഴല്ലേ കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. എന്നിട്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചതിൻ്റെ ശേഷം ആ ഒരു എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ മെറ്റീരിയൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ചുളിവില്ലാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ഭാഗം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം.
എന്നിട്ട് നമ്മൾ മേലെ ഒന്ന് ആ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ആ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു എക്സ്ട്രാ മേലോട്ട് എടുത്തില്ല ആ ഒരു മെറ്റീരിയൽ അതൊന്ന് ഉള്ളോട്ടാക്കുക കൈകൊണ്ട്. അപ്പം നല്ല ആ ഒരു ബോട്ടിൽ നന്നായിട്ട് കവർ ചെയ്ത പോലത്തെ ഒരു ഫിനിഷിങ് കിട്ടും. എടുത്തിട്ടുള്ള ആ ഒരു പീസ് കുറച്ചൊരു വീതി കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു വീതിയുള്ള പീസ് എടുക്കുമ്പം കുറച്ചും കൂടി ആ ബോട്ടിലിൻ്റെ ഉള്ളിലോട്ടാക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അങ്ങനെ ഞാൻ മേലെയും താഴെ ഒരു ബോർഡർ ആയിട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചു, നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ആ 2 പീസില്ലേ, ആ 2 പീസിൻ്റെ ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ നൂല് കൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഒരു സിഗ്സാഗ് ഇങ്ങനെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. തിന്നായിട്ടുള്ള ബ്രഷാണ് ഇതിന് നല്ല ഏറ്റവും തിന്നായിട്ടുള്ള ഒരു ബ്രഷാകുമ്പോൾ നല്ല നമ്മൾ നൂലുകൊണ്ട് ഇങ്ങനെ തയ്ച്ചെടുത്ത പോലത്തെ ആ ഒരു ഫിനിഷിങ് കിട്ടും. ഇങ്ങനെ ഈ ലൈൻസ് വരയ്ക്കാതെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോട്ടിൽ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സിഗ്സാഗ് ലൈൻസ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ചെരിച്ചിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന ആ ഒരു ബ്രഷ് അധികം പെയിൻറ്റിൽ ഡിപ്പ് ചെയ്യാതെ അറ്റത്ത് മാത്രം ഇങ്ങനെ ടിപ്പിൽ മാത്രം പെയിൻറ്റ് ഡിപ്പ് ചെയ്തിട്ട് ചെയ്താൽ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. ഞാൻ ഈ വൈറ്റ് കളറിന് പകരം റെഡ് യെല്ലോ ഒക്കെ കൊടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഭംഗി കിട്ടുന്നില്ല. നിങ്ങളുടെ ആ ഒരു ഫാബ്രിക് മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഡ് അല്ലെങ്കിൽ യെല്ലോ ഏതെങ്കിലും കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ടച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഈ ഒരു ഫാബ്രിക്കിന് എനിക്ക് വൈറ്റ് തന്നെയായിരുന്നു മാച്ച് ചെയ്തത്. അങ്ങനെ നമ്മൾ എല്ലാ ജോയിൻറ്റിലും വരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൽ 1-2 ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ എടുത്തിട്ട് നമ്മളൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചിട്ട് നമ്മളൊന്ന് വെട്ടിയെടുക്കണം. നമുക്ക് പൂവിൻ്റെ ആ ഒരു സൈസിനനുസരിച്ചിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ കോട്ടൺ ഫാബ്രിക്കിന് പകരം സാറ്റിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമ്മൾ ഒരു 5 പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൂചി നൂലും എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പീസ് എടുത്തിട്ട് നേർ പകുതിയാക്കി മടക്കുക. വീണ്ടും ഒന്നും കൂടി മടക്കുക. എന്നിട്ടൊരു ക്വാർട്ടറാക്കി മടക്കിയതിൻ്റെ ശേഷം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചി നൂലും എടുത്തിട്ടൊന്ന് തുന്നി കൊടുത്തിട്ടൊന്ന് മേലെയും താഴെയായിട്ട് തുന്നിയിട്ടൊന്ന് പുറത്തു കൂടെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഒരു പെറ്റലിൻ്റെ പോലെ കിട്ടും. ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഒരു തുണി പകുതിയാക്കി എടുത്ത് നേർ പകുതിയാക്കി ഒന്നും കൂടി മടക്കുക. എന്നിട്ട് നമ്മളിത് ആ ഒരു അറ്റത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കൈകൊണ്ടൊന്ന് മടക്കി കൊടുത്തതിൻ്റെ ശേഷം ആ സൂചി എടുത്തിട്ടൊന്ന് പുറത്തോട്ടാക്കി പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് ഉള്ളോട്ടാക്കിയിട്ട് ആ കണ്ട് ബാക്ക് സൈഡിൽ സൂചി കാണുന്നില്ലേ, എന്നിട്ടൊന്ന് എടുത്തിട്ട് നമ്മൾ അതേപോലെ ആ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ സൂചി ഒന്ന് പുറത്തോട്ട് എടുക്കുക. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരു ഉള്ളോട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെ നമ്മൾ 5 പെറ്റലും നമ്മൾ ഇതേപോലെ ഒന്ന് സൂചി നൂലും എടുത്തിട്ടൊന്ന് കോർത്തെടുത്തതിൻ്റെ ശേഷം നമ്മളതൊന്ന് ജോയിൻ്റ് ചെയ്യാണ്. നമ്മളപ്പോൾ 5ാമത്തെ ഒരു പെറ്റലും ആ ഒരു 1ാമത്തെ പെറ്റലും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്യാണ്. അപ്പോൾ ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. നന്നായിട്ടൊന്ന് വലിച്ച് നമ്മൾ ആ ഒരു ഷേപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതി. എന്നിട്ട് അതൊന്ന് അവിടെ ഒന്നും കൂടെ ഒന്ന് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ബാക്കിലൂടെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്യാണ്. ഇപ്പം ഞാൻ അതുപോലെ ഒരു 3-4 ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഈ ബോട്ടിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിന് ഞാൻ എവിടെയാണ് നമുക്ക് ഫ്ലവർ വേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ജസ്റ്റ് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഫ്ലവേഴ്സ് ഒന്ന് നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനപ്പോൾ ഒരു ബ്ലൂ ഒരു ഗ്രീനൊക്കെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒട്ടിച്ചിട്ട് എനിക്ക് മാച്ച് ആവാത്തതുകൊണ്ട് ഞാൻ അത് ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ 3 റെഡ് കളർ തന്നെയാണ് ഞാൻ ഒട്ടിച്ചത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു നടുക്ക് ഇങ്ങനെ ഒരു ബെയറായിട്ട് കാണുമല്ലോ, അപ്പോൾ ആ ഭാഗം ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബട്ടൺസ് എടുത്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ വല്ല സ്റ്റോൺസോ അല്ലെങ്കിൽ ബട്ടൺസ് ഇങ്ങനെ ഈ ഫാബ്രിക് കൊണ്ട് കവർ ചെയ്തിട്ട് ഒട്ടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തെടുത്തില്ലേ. നമുക്കിനി ഫ്ലവേഴ്സൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ടാവും കാണാനും. നമുക്ക് പഴയ ഫാബ്രിക്കൊക്കെയാണ് നല്ല റീയൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് പിക്ചേഴ്സൊക്കെ എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലാസ് ബോട്ടിൽ വേണമെന്നൊന്നുമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ബോട്ടിലായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് നേരത്തെ ഞാൻ
ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മാഗസിൻ്റെ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ. അതുപോലെ പഴയ ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നല്ല റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ കുരു, നെല്ലിക്കൻ്റെ കുരു, അതുപോലെ പുളിങ്കുരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് ബോളിൻ്റെ വീഡിയോ ആണത്. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് ഈത്തപ്പഴത്തിൻ്റെ കുരുവും പിസ്തയുടെ ഷെല്ലൊക്കെ ഒരുപാട് വരുമല്ലോ. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് അയച്ചു തരണേ. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് പാംക്രാഫ്റ്റ് തന്നെയാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.